മറ്റേ ഫൗണ്ടൻ നമുക്ക് മറ്റെടുത്ത് പോടാ മറീന. അയ്യോ ഞാൻ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ക്ഷീണിച്ച് നിർത്തിയത്. അതിൻ്റെ കാരണം ഈ ആർട്ടിയുടെ ഈ ബസ് 1 മണിക്കൂർ കഴിഞ്ഞാൽ വന്നേ. സോ 1 അവർ പൊട്ടിപ്പൊളിഞ്ഞ വെയിലും കൊണ്ട് നിന്നു. ഭാഗ്യം, ജീവൻ പോയില്ല. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ നേരത്തെ. ചത്തുകുത്തി പണ്ടാരടങ്ങി പോയായിരുന്നു. 4ാമത്തെ പ്രാവശ്യമായിട്ടാണ് ദുബായ് മാള് വിസിറ്റ് ചെയ്യുന്നത്. ഇന്ന് ഇപ്രാവശ്യത്തെ വിസിറ്റിന് ഒരു പ്രത്യേകത, എൻ്റെ മോനും മോളും ഒപ്പരും. ശരി, അപ്പൊ ഞാനുണ്ടായില്ലേ മുന്നേ? ഫുൾ ചെലവ് എൻ്റെ മോളെ വകയാണ്. എനിക്ക് ഒരുപാട് പർച്ചേസ് ചെയ്യാണ്ട് ദുബായ് മാളിന്. തരേ സ്റ്റാർബക്സ് ഉണ്ട്. സ്റ്റാർബക്സിലെ ഡ്രിങ്ക് ഇഷ്ടമാണ് നമുക്ക്. ഇപ്പൊ നേരത്തെ വെള്ളം എന്ന് പറഞ്ഞു, ഇപ്പൊ തിന്നണം എന്ന് പറഞ്ഞു. ജ്യൂസും വേണം. ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. ഇവിടെ കോൾഡ് കോഫി പോലെ ഒന്നുമില്ല, ആകെ ഷേക്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഒരു പിസ്താഷ്യോ ഷേക്ക് റെഗുലർ ജസ്റ്റ് ഒന്ന്. ദുബായ് മോളിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒരു പാർസൽ കളക്ട് ചെയ്യാനുണ്ടായി, കളക്ട് ചെയ്തു. പിന്നെ നൻഡൂസിൽ പോയി ഫുഡ് അടിച്ചു. നൻഡൂസ് ലണ്ടനിൽ അത്ര പോരാ. ലണ്ടനിലെ പോലെ ഇവിടെ അത്ര പോരാ. എന്നിട്ട് കുറേ പിക്ചേഴ്സ് എടുത്തു, പുറത്തിറങ്ങി. നേരത്തെ പറഞ്ഞ പാർസലാണ് ദാ പോണത്. മറീന. അയ്യോ ഞാൻ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഇതെന്റെ കൂട്ടുകാരി, ലോങ് ലോസ്റ്റ് ഫ്രണ്ട്. എത്ര കാലമായി? 3 കൊല്ലം. 3 കൊല്ലത്തിന് ശേഷം ഞാൻ വന്നു നിന്നെ കാണാൻ ദുബായില്. എന്നിട്ട് നീ വന്നു UK എന്നെ കാണാൻ. അപ്പൊ ഞാൻ ഇവിടെ കാണാൻ വേണ്ടിട്ട് വന്നു. കണ്ടല്ലോ പ്രണവേ, ഇതാണ് ബുർജ് ഖലീഫ. ഇത് ഇമാറിന്റെ ബിൽഡിംഗ് ഒക്കെ. ഇത് ദുബായ്. അങ്ങനെ നമ്മുടെ 3rd സ്റ്റോപ്പായ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ വീണ്ടും RTA ഒരുക്കിയ പ്രൈവറ്റ് ബസ് ജസ്റ്റ് ഫോർ us നമ്മളെ ഡ്രോപ്പ് ചെയ്തു. റീൽസിലൊക്കെ കണ്ട് ഇതിൻ്റെ ഇൻസൈഡ് എങ്ങനെയായിരിക്കും എന്ന് ഒരു ഇതുണ്ടായി. ഇൻസൈഡ് നല്ല തിരക്കായിരിക്കും എന്ന് മനസ്സിലായി, ഈവൻ ഡ്യൂറിങ് വീക്ക് ഡേയ്സ്. അങ്ങനെ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രം കാണാൻ ഭാഗ്യമുണ്ടായ ഒരു ഐറ്റം. ആ സാധനമൊന്നുമില്ല, അത് വീട്ടിൽ പോയി. എവിടെ ഉണ്ടായേ? ഇല്ല, നോക്കട്ടെ, പറക്കുന്നത് നോക്കട്ടെ. റോബോട്ടിനെ കണ്ടില്ലെങ്കിലും ഫ്ലൈയിങ് റോബോട്ട് അതിനെ കണ്ടു. ആൻഡ് ദ ഇന്റീരിയർ ഈസ് ഫ്യൂച്ചറിസ്റ്റിക് ആൻഡ് എസ്തെറ്റിക്. ആയ ഉണ്ടാക്കുന്ന റോബോട്ട് വരെ ഉണ്ട് ഇവിടെ. എനിക്ക് ആ റോബോട്ടിനെ കാണണം. ഇവിടെ വരെ വന്നതല്ലേ. ഞാൻ അവിടെ ഇറങ്ങി വന്നപ്പോ സാധനത്തിനെ കണ്ടു. അവിടെ ക്രൗഡ് ഉണ്ട്. സാധന നിങ്ങൾ വാഷ്റൂമിലുണ്ടാട്ടെ. ഓ, വാഷ്റൂമിൽ നമ്മൾ വേറെ റോബോട്ടിനെ കണ്ടു. ഒരു സേഫ്റ്റി പിൻ ഉണ്ടെങ്കിൽ എറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അത്രേ ഉള്ളൂ. സൈഡിൽ മറ്റേ ഡ്രോണിന്റെ ഒരു പരിപാടി പോലെ. എന്നാലും റോബോട്ട് വന്നപ്പോ നീ വിളിച്ചില്ലല്ലോ. ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മൾ പുറത്തെ കാഴ്ചകൾ തേടിപ്പോയി. എന്നിട്ട് അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തു. എവിടെ നീ? അയ്യോ, എവിടെ? നീ ഫിലിം സ്റ്റാറാ? ശരിയാ. ഇവളുടെ പടം കാണാത്തവരാരും കൊണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ ട്രെയിലർ അയച്ചു തരുന്നതായിരിക്കും. അതെ. അങ്ങനെ ഇവിടുത്തെ പരിപാടീസൊക്കെ കഴിഞ്ഞ ശേഷം RTA പ്രൈവറ്റ് ബസ് ജസ്റ്റ് ഫോർ us വീണ്ടും വന്നു. നമ്മൾ ഗോൾഡ് സൂക്കിലേക്ക് യാത്രയായി. അവിടെ എത്താൻ ടൈം ഡിലേ ഉണ്ടായി. ബട്ട് അത് AC ഉള്ള ബസ്സായതുകൊണ്ട് ആ പോസ്റ്റ് അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് വാങ്ങ്. ഈ കണ്ണ് മറക്കണേ. ഓ, അത് വെറുതെ മൂട് കേട്ടോ. അതെ, അത് വാങ്ങ. എന്നാല് ഇതെന്താ മുതലേ കഴുത്തില് തർജ്ജമയുണ്ട് അതിൻ്റെ അടുക്ക്. അലിഗേറ്റർ. ഓക്കെ,
നല്ലതായിട്ട് ഇവരെ കാണിക്കും. ഞാൻ വേണമെങ്കിൽ ഇതേപോലെ ചെയ്തു തരാം. ഞാൻ വളരെ നല്ല ഇൻഫ്ലുവൻസർ. UK എന്നുള്ള ക്ലൈൻസ് വരുന്ന പറയാം. ഇവിടെ ഇത് മാത്രമല്ലേ ഉള്ളൂ മെയിനായിട്ട് കാണാൻ. ഇത് സ്വർണ്ണക്കട. ഇത് വലിയൊരു വളയായിരുന്നോ? ഇതാണ് മിന്നൽ വള. ഇത് കളിക്കുന്ന പാട്ട് രാവിലെ വരെ മിന്നൽ വടയായിരുന്നു. മെച്ചമുണ്ട് ഏകദേശം എത്തുന്നുണ്ട്. ദേ ആ കടയുടെ പേര് നോക്കൂ, യാസിൻ. നിന്റെ കടയാണോടാ? കയറിയാൽ ഡിസ്കൗണ്ട് ഉണ്ടാവും, ഫ്രീ ആയിട്ട് കിട്ടും. ശരി എന്നാ. നിന്നെ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്താ ആരൊക്കെ നോക്കിയാ? ആയി ഞാൻ ഈ കണ്ടം കുപ്പായിട്ട് ഷാഫിൻ്റെ കൂടെ പോകും. ഓ എൻ്റെ അമ്മയുടെ സന്തോഷം നോക്ക്. കുളിർമ. കണ്ട മോളെ സ്വർണം കണ്ട. വെടിയില്ലാത്ത സ്വർണ്ണം വെടിയാണ്. കാണിച്ചു തരുന്നില്ല. സീറ്റ് പോകുന്നുണ്ടോ? നമുക്ക് കണ്ട് ക്ഷീണായി. സ്വർണം കണ്ട് ക്ഷീണായി. സ്വർണ്ണവിസ്മയം ആസ്വദിച്ച് എല്ലാവരും സൈഡായി. ഒരു ഏരിയ ഫുൾ സ്വർണം, പിന്നെ ക്ലൈമറ്റ് ചൂടും. ഇവിടുന്ന് അമ്മയുടെ കസിൻ വന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ തിരിച്ച് അബുദാബിക്ക് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കരാമയും പോയായിരുന്നു കേട്ടോ. നിനക്കൊണ്ട് എന്തെങ്കിലും വിഷമോ? നല്ല വിഷമം. എനിക്ക് വാക്കുകളില്ല. വന്ന അതേ ഡ്രസ്സ് തന്നെയാണ് തിരിച്ചും പോകുന്നത്. പക്ഷെ നോക്കിയേ, നെറ്റിയിൽ അച്ഛൻ തൊട്ട ചന്ദനത്തിൻ്റെ ഇതുണ്ട്. എന്താ പറയാനുണ്ടോ? ഐശ്വര്യ. പിന്നെ നമ്മളെന്ത് ചെയ്ത, നമ്മളെ പെട്ടിയൊക്കെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് വിട്ട്. ഇനി സെക്യൂരിറ്റി ചെക്ക് ഇൻ ഉണ്ട് നമുക്ക് ബാക്കി. എൻ്റെ എനിക്ക് ശരിക്കും ഗേറ്റ് ബിയിലേക്കാണ് പോകേണ്ടത്. പക്ഷെ ഞാനിവിടെ ഒരു സാധനം കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ബലൻസിയാഗ തീ ഷോറൂം. നമുക്ക് ഇത് വെറുതെ കിടിലായിട്ടില്ലേ? നൈസല്ലേ? ഹാർട്ട് ഭയങ്കര ഹെവി. എല്ലാവരോടും ബായി ഒക്കെ പറഞ്ഞ് ജസ്റ്റ് 10 ദിവസത്തേക്ക് വന്ന്, എനിക്ക് അറിയാമായിരുന്നു 10 ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ തന്നെയായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടാവും എന്നൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷേ ഭയങ്കര വിഷമം. ഞാൻ ചെറുതായിട്ട് കണ്ടുപിടിച്ചു. ഇതിൽ നടുക്കിലത്തെ B1426 നമുക്ക് പോകണം. ഭയങ്കര വിഷമം. അച്ഛൻ തൊട്ടുന്ന ചന്ദനമൊക്കെ ഉണ്ട് നെറ്റിയിൽ. ഭയങ്കര ടാൻഡായെന്ന് തോന്നുന്നു ഫേസ്. വന്നപ്പോൾ ഇങ്ങനെയായിരുന്നില്ല. അയ്യോ, ഞാൻ പോയപ്പോഴത്തേക്കും യാസിൻ ക്യാമറ ഷൈ. മുന്നേയുള്ള വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ? യെസ്, ഞാൻ തിരിച്ചെത്തി ഗൈസ്. അയ്യോ, എൻ്റെ ചന്ദനം പോയി. അച്ഛനൊക്കെ ചന്ദനം തൊട്ടെന്നായിരുന്നു, അത് പോയി. ഉറങ്ങിയപ്പോൾ പോയെന്ന് തോന്നുന്നു. എൻ്റെ പെട്ടിയും സേഫായിട്ട് എത്തി. രണ്ട് വാക്ക് കിട്ടി, വള തിരിച്ചു കിട്ടി. അപ്പോൾ നേർക്ക് വരും. ഇനി UK വെറുപ്പിക്കലുമായി ഞാൻ വീണ്ടും വരും. അല്ലല്ല, ഇനി നമ്മൾ വീണ്ടും വരും. ബൈ, ഫിനിറ്റോ.